അങ്ങനെ ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ. ഒരു 12 മണിയൊക്കെ അതിന് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല വെയിലുണ്ട്. പിന്നെ അത് അമ്മ പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്നും കൂടി ഇടുമല്ലോ പൂവ്. പിന്നെ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി കാലും കൈയും മുഖമൊക്കെ കഴുകി നേരെ അടുക്കളയിലേക്കാണ് വരുന്നത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. ഞാൻ വരുന്നുണ്ട് എന്ന് നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അമ്മ ചോറൊക്കെ വെച്ച് വയ്ക്കായിരുന്നു. പിന്നെ ഞാൻ ഗ്യാസിൽ കുക്കറിൽ അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. റേഷൻ കടയിൽ നിന്ന് പറഞ്ഞാൽ വേഗം വേവണ അരി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ടു. പിന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളുണ്ടല്ലോ, തുമ്പുണ്ട്, കഞ്ഞുണ്ണിയുണ്ട്, പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൊടുത്തിട്ട്, പിന്നെ കൂട്ടാൻ വയ്ക്കാൻ കുറച്ച് മുരിങ്ങയുടെ ഇല കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തളിരിലയാണ്. അപ്പോൾ അതാണ് ഞാൻ ഉച്ചയ്ക്ക് വെക്കുന്നത്, വേഗം ആവുമല്ലോ. പിന്നെ ഞാൻ വേഗം ഈ ചെടികളൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടാണ് കേട്ടോ. ഒന്നൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എല്ലായിടവും ഒന്ന് ആദ്യം അടിച്ചു വാരിട്ടോ. നമ്മൾ അടച്ചിട്ടതല്ലേ, അങ്ങനെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അടിച്ചു വാരിയിട്ട് പിന്നെ എല്ലായിടവും ഒന്ന് തുടയ്ക്കുകയും കൂടി ചെയ്തപ്പോൾ ആകെ എന്തോ ഒരു സമാധാനം പോലെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കറി മാത്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓണത്തിന് ഉണ്ടാക്കിയ പുളിയഞ്ചി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ലോഡ് തുണികൾ ഉണങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ അത്രയും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്